തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ മലയാളികൾക്ക് അല്പം പ്രയാസമാണ്. എന്നാൽ സംസ്ഥാനത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുകയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ എന്നതൊക്കെ മലയാളികൾക്ക് ഇതുവരെ സങ്കല്പിക്കാനാകാത്ത കാര്യമായിരുന്നു. പക്ഷേ ആ പൊള്ളും വിലയെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കേരളക്കര ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു. ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ വിലക്കയറ്റ പേടിയിലാണ് കേരളം. RDX റാപ്പ് കാണാം. ലിറ്ററിന് 500 രൂപയിലേക്ക് അടുക്കുകയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില. നാളികേര വില കിലോയ്ക്ക് 85 രൂപ വരെ എത്തി. കൊപ്ര കിട്ടാനേയില്ലാത്ത സ്ഥിതി. ചിരട്ട പോലും കിലോയ്ക്ക് 25 രൂപയ്ക്ക് വരെയാണ് ആവശ്യക്കാർ വാങ്ങുന്നത്. മണ്ടരി, കൂമ്പുചീയൽ, വെള്ളീച്ച, മഞ്ഞളിപ്പ് തുടങ്ങി വിവിധ രോഗബാധകളും കീടാക്രമണവും ഒപ്പം കാലാവസ്ഥ വ്യതിയാനവും കൂടിയായതോടെ സംസ്ഥാനത്തെ നാളികേര ഉൽപാദനം പകുതിയിലേറെയായി കുറഞ്ഞു. കാറ്റുവീഴ്ചയെ തുടർന്ന് പലയിടങ്ങളിലും തെങ്ങുകൾ വെട്ടിമാറ്റി. വെളിച്ചെണ്ണയുടെ വില ഉയരുന്ന സാഹചര്യത്തിൽ പാമോയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യക്കാരേറുകയാണ്. വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ വ്യാപകമാകുമെന്ന ആശങ്കയും ശക്തമാണ്. ഓണക്കാലം ലക്ഷ്യമിട്ട് പച്ചത്തേങ്ങ സംഭരണം ഊർജിതമാക്കി വെളിച്ചെണ്ണ ഉൽപാദനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് കേരഫെഡ്. കേരളത്തിന് പുറത്തുനിന്നുള്ള വെളിച്ചെണ്ണ വിതരണക്കാരെ കൂടി ടെൻഡറിൽ പങ്കെടുപ്പിച്ച് വില പിടിച്ചു നിർത്താനാകുമോ എന്ന് പരീക്ഷിക്കാനൊരുങ്ങുകയാണ് സപ്ലൈകോ. എന്നാൽ വില കൂടിയതോടെ സംസ്ഥാനത്ത് വീണ്ടും തേങ്ങ കൊപ്ര മോഷണ കേസുകളും വ്യാപകമാവുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വെളിച്ചെണ്ണ വില എങ്ങനെയാണ് ഉയർന്നത് എന്നതൊക്കെ അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. വെളിച്ചെണ്ണ വില ശരാശരി 2025 ജൂലൈ 15-ാം തീയതി 445 രൂപ 21 പൈസ ആണ് ഇപ്പോഴത്തെ വില. 2015 ജൂലൈ 15-ാം തീയതി 127 രൂപയായിരുന്നിടത്ത് നിന്ന് 2024 ജൂലൈ 15 ആകുമ്പോഴേക്ക് 176 മാത്രമായിട്ടായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കയറിയത് 442 എന്ന വലിയ വിലയിലേക്കാണ്. ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കൂ. കാസർഗോഡ് 470, കണ്ണൂർ 444, വയനാട് 480, കോഴിക്കോട് 430, മലപ്പുറം 400 രൂപ, പാലക്കാട് 499 രൂപ, തൃശ്ശൂരിൽ 440 രൂപ എന്നിങ്ങനെ 500 രൂപയ്ക്ക് അടുത്താണ് എല്ലായിടത്തെയും വില. എറണാകുളത്ത് 445, ഇടുക്കിയിൽ 460 രൂപ, കോട്ടയം 450 രൂപ, പത്തനംതിട്ട 435 രൂപ, ആലപ്പുഴ 435 രൂപ, കൊല്ലത്ത് 410 രൂപ, തിരുവനന്തപുരത്ത് കുറവാണ്, താരതമ്യേന 395 രൂപ. അവിടെ മാത്രമാണ് 400 താഴെയുള്ളത്. തേങ്ങ വിലയും കുതിച്ചുയരുകയാണ്. കിലോയ്ക്ക് 78 രൂപ മുതൽ 85 രൂപ വരെയാണ് ഇപ്പോൾ വില. കഴിഞ്ഞ ജൂലൈയിൽ പക്ഷേ തേങ്ങയുടെ വില വെറും 32 രൂപയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കേരളം, തമിഴ്നാട്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ 20% ഉൽപ്പാദന ഇടിവുണ്ടായി എന്നത് ഒരു കാരണമാണ് തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതിൻ്റേത്. ദക്ഷിണേന്ത്യയിൽ കൊപ്ര ഉൽപ്പാദനത്തിൽ രേഖപ്പെടുത്തിയത് 40% കുറവാണ് എന്ന് നമ്മൾ കാണുന്നു. കാറ്റുവീഴ്ചയും കാലാവസ്ഥാ വ്യതിയാനവും കീടാക്രമണവും തിരിച്ചടിയായിട്ടുണ്ട് തേങ്ങയുടെ ഉൽപ്പാദനത്തിന്. സംസ്ഥാനത്ത് ജൂണിൽ വെളിച്ചെണ്ണ വിലയിലുണ്ടായത് 84% വർധനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയിലും യൂറോപ്പിലും തേങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് സ്വീകാര്യത ഏറിയത് ഒരു കാരണമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അടക്കം ഉൽപ്പാദനത്തിന് തേങ്ങ ഉപയോഗം വർദ്ധിച്ചു അവിടങ്ങളിലും മറ്റുള്ളിടങ്ങളിലും എന്നതാണ് ഒരു കാരണങ്ങളിലൊന്ന്. വിലവർധന നേരത്തെ തന്നെ ലോകബാങ്ക് പ്രവചിച്ചിരുന്നു. വെളിച്ചെണ്ണ വില ഈ വർഷം ടണ്ണിന് $250 കൂടുമെന്ന് ലോകബാങ്ക് പ്രവചിച്ചിരുന്നു. നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ട വില കൂടുതലാണ് നമ്മൾ കാണുന്നത്. ലോകബാങ്ക് റിപ്പോർട്ട് പ്രകാരം 2025 പ്രതീക്ഷിത വിലയായി കണക്കാക്കിയത് ടണ്ണിന് $1800 എന്നതായിരുന്നു. 2024 വില $1519 ആയി. ഇത്തവണ കണക്കാക്കിയത് $281 വർധനയാണ് ലോകബാങ്ക്. അടുത്ത വർഷം പകുതിയോടെ വിലയിൽ നേരിയ കുറവുണ്ടാകും എന്ന് ലോകബാങ്ക് പറയുന്നു. അതും ചെറിയ വ്യത്യാസം മാത്രമായിരിക്കും. ഓണവിപണിയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമുക്ക് ഓണത്തിന് BPL കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുമെന്ന് കേരഫെഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊരു ആശ്വാസമാണ്. കർഷകരിൽ നിന്ന് പച്ചത്തേങ്ങ സംഭരണം ഇതിനകം തന്നെ കേരഫെഡ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് പച്ചത്തേങ്ങ സംഭരണത്തിലേക്ക് കടന്നത് ആവശ്യത്തിന് കൊപ്ര ലഭിക്കാതായതോടെയാണ് എന്നതും നമ്മൾ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. വിപണി വിലയേക്കാൾ കിലോയ്ക്ക് 1 രൂപ അധികം നൽകിയാണ് പച്ചത്തേങ്ങ സംഭരണം നടത്തുന്നത്. ചില നടപടികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ 127 രൂപയൊക്കെ ആയിരുന്നത് ഇപ്പോൾ 440-ലേറെ രൂപ വർധന, 500 രൂപയ്ക്ക് അടുത്തായി. ഒരിക്കലും വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ മലയാളിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എല്ലായ്പ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഏതാണ്ട് കറിവേപ്പില എന്നൊക്കെ പറയാവുന്ന പോലൊരു കാര്യമാണ്. വിലയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, കറിവേപ്പിലയുടെ വിലയല്ല, പക്ഷേ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്, ആ നിലക്കുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് വില വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും മലയാളിയുടെ ജീവിതത്തെ അതങ്ങ് ബാധിക്കും, അല്ലേ? തീർച്ചയായും. ഓരോ ഇതിനകത്ത് ഏറ്റവും തമാശ എനിക്ക് തോന്നിയത്, പണ്ടൊക്കെ സനീഷ് ഓർമ്മയുണ്ടോ, വെളിച്ചെണ്ണ കൂടുതൽ കഴിച്ചാൽ കുഴപ്പമാണ്, കൊളസ്ട്രോൾ വർദ്ധിക്കും, രോഗങ്ങൾ വരും, അതുകൊണ്ട് വെളിച്ചെണ്ണ കുറയ്ക്കണം എന്നുള്ള ഉപദേശവും ആ നിലയ്ക്കുള്ള വലിയ ക്യാമ്പയിനും പണ്ട് നമ്മൾ ഓർമ്മയുണ്ടല്ലോ. ആ സമയത്തൊക്കെ പാം ഓയിലിൻ്റെ മറ്റു പല എണ്ണകളെയൊക്കെയാണ് ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല, വെളിച്ചെണ്ണയാണ് ഏറ്റവും ഗംഭീരം,
എന്ന മട്ടിലുള്ള ചർച്ച വന്നു. ഒലിവ് ഓയിലിനൊപ്പം വെളിച്ചെണ്ണ ആ നിലയ്ക്ക് ഏറ്റവും മികവുള്ള എണ്ണ എന്നുള്ളത് വെളിച്ചെണ്ണ കൂടിയാണ് എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തേങ്ങയുടെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കോ ഒക്കെ വലിയ ഡിമാൻഡ് ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയിലാവട്ടെ കേരളം, കർണാടകം, തമിഴ്നാട് ഇവിടെയൊക്കെ ഉൽപ്പാദനം വലിയ തോതിൽ കുറഞ്ഞു. കേരളത്തിലേക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ വരുമായിരുന്നു. ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ തേങ്ങയുടെ വിലയിൽ വലിയ വ്യത്യാസമില്ല. 2 രൂപയൊക്കെ ചില സ്ഥലത്ത് വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ വരാനില്ല. അപ്പോൾ അതാണ് അവസ്ഥ. ഇനി ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഇന്തോനേഷ്യയിലായിരിക്കും. പക്ഷേ ഇന്തോനേഷ്യയിലും ഏതാണ്ട് കേരളത്തെ വിലയ്ക്കൊപ്പം തേങ്ങയ്ക്ക് വിലയുണ്ട്. ഫിലിപ്പീൻസിൽ വില കുറവാണ്. അപ്പോൾ 27 രൂപയ്ക്കൊക്കെ തേങ്ങ ഫിലിപ്പീൻസിൽ, രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഫിലിപ്പീൻസാണ്. അവിടെ ഏതാണ്ട് 10, 27 രൂപ, 30 രൂപയ്ക്കൊക്കെ തേങ്ങ കിട്ടും. കേരളത്തിലെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 70 രൂപയായി തേങ്ങ കിലോ വില. ഏതാണ്ട് 70-ന് തേങ്ങയ്ക്ക് കിലോയ്ക്ക് വിലയുണ്ട് ഇപ്പോൾ. അപ്പോൾ 64 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ബിസിനസ് ഐഡിയയാണ് ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പീൻസിൽ നിന്ന് തേങ്ങ ഇങ്ങോട്ട് ഇറക്കാം. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, ഈ തേങ്ങയുടെ ഇറക്കുമതി തീരുവ എടുത്ത് കളയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നം. കാരണം ഈ തീരുവ കൊണ്ടാണ് അത് ലാഭകരമായ ഒരു ബിസിനസ് ആവാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആളുകൾ ഇപ്പം നമ്മളായിരിക്കില്ലല്ലോ ആദ്യമായിട്ട് ഇത് ചിന്തിക്കുന്നത്, കച്ചവടക്കാരെല്ലാം ഇത് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ലാഭകരമാകാതെ പോകുന്നത് അത് വിദേശത്ത് നിന്ന് ഇറക്കുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തീരുവയിലുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. സത്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഇപ്പോൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാരോടൊക്കെ സംസാരിച്ച് കേരളത്തിന് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ എന്നത് അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യയിൽ തന്നെ വെളിച്ചെണ്ണ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും ഉപയോഗിക്കുന്ന, തേങ്ങ എല്ലാ ഭക്ഷണ സാധനങ്ങളിലും തേങ്ങയെ ഉൾപ്പെടുത്തുന്ന ഒരു സമൂഹം എന്നൊന്നും എനിക്കൊന്ന് കേരളീയ സമൂഹമായിരിക്കും. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെ ഈ കാര്യത്തിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു ഇളവുണ്ടാകുന്ന തരത്തിലുള്ള ഒരു നിയമത്തിൽ, അതിൻ്റെ തീരുവ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തി തീർക്കാനുള്ള ഇടപെടൽ തന്നെ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ 500 രൂപയാണ് വെളിച്ചെണ്ണയ്ക്കെങ്കിൽ 499 എന്ന് പറഞ്ഞാൽ 500 ആണല്ലോ വില. ഓണത്തിന് എന്തായിരിക്കും വില? ഇപ്പോഴത്തെ വെളിച്ചെണ്ണ ഡിമാൻഡ് ആയിരിക്കില്ല ഓണത്തിന്. 500 എപ്പോഴേ കിടക്കും. വെളിച്ചെണ്ണയ്ക്ക് 500 കടന്നാൽ എന്താണ് അവസ്ഥ? 600 രൂപയ്ക്ക് ഒലിവ് ഓയിൽ കിട്ടും. ഏതാണ്ട് ഒലിവ് ഓയിൽ, ഈ ഇറക്കുമതി ചെയ്യുന്ന ഒലിവ് ഓയിലിൻ്റെ വിലയിലേക്ക് കേരളത്തിൽ വെളിച്ചെണ്ണയുടെ വിലയെത്തും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വറക്കാനും പൊരിക്കാനും വേറെയും മാർഗ്ഗങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ മാർഗ്ഗം? ബട്ടർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണം. ഇതിനേക്കാൾ വില കൂടുതലാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബട്ടറിനും ഏതാണ്ട് 600 രൂപയ്ക്ക് ഏറ്റവും ആ നിലയ്ക്ക് കൂടി ലഭ്യമാണ്. അപ്പോൾ ഏതാണ്ട് അതിനൊപ്പിച്ച് നമ്മളിത് വലിയ ചെലവിലേക്ക് ഇത് പോകും. ഈ വെളിച്ചെണ്ണ മാത്രമല്ല, തേങ്ങയുടെ വില ഇതിനനുസരിച്ചാണ്. നമ്മൾ വെളിച്ചെണ്ണ എന്നത് മുമ്പോട്ട് വെക്കുന്നത് വെളിച്ചെണ്ണ ഈ 499 എന്നുള്ള ഒരു മാർക്കിലേക്ക് എത്തിയത് കൊണ്ടാണ്, 500 കടക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ തേങ്ങയുടെ വിലയുടെ അവസ്ഥ എന്താണ്? എല്ലാ വീട്ടിലും തേങ്ങ ഒരു പ്രധാന ഘടകമല്ലേ. ഏറ്റവും കൗതുകകരമായ കാര്യം, ഏറെ കാലത്തിന് ശേഷം പണ്ടൊക്കെയാണ് തേങ്ങാക്കള്ളന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാക്കള്ളന്മാർ പല സ്ഥലത്തൊന്നും വാർത്തകൾ വരുന്നില്ലേ, തേങ്ങാ മോഷണം നടക്കുന്നു കേരളത്തിൽ നിന്നുള്ളത്. അതായത് വളരെ വിലയേറിയ വീണ് കിടന്നാൽ പോലും ആരും എടുക്കാതിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ ഇങ്ങോട്ട് വരാനില്ല, കർണാടകത്തിൽ നിന്ന് തേങ്ങ വരാനില്ല. ആകെ ഈ കാര്യത്തിൽ ചെയ്യാവുന്നത് തീരുവയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരുത്തിക്കൊണ്ട് ആ കാര്യത്തിൽ ആ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സഹായകരമായ ഇടപെടൽ ഈ മട്ടിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏക പോം വഴി. അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ തെങ്ങ് നട്ട് തേങ്ങ ഉണ്ടാക്കി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് തേങ്ങയുടെ വിളവ് വർദ്ധിപ്പിച്ചൊന്നും ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയില്ല. കാരണം വെളിച്ചെണ്ണയുടെ ഉപയോഗം എല്ലായിടത്തും വർദ്ധിക്കുകയാണ്. ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളിലെല്ലാം വെളിച്ചെണ്ണയാണ് ഏറ്റവും മികച്ച ചേരുവ എന്ന മട്ടിലേക്ക് വന്നിട്ടുണ്ട് ആളുകൾ. അത് പിന്നെ ഇതിനെ നേരത്തെ ശ്രീലങ്കയിൽ നിന്ന് ഇവിടേക്ക് ഉൽപ്പന്നങ്ങൾ വരുമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത് നിന്നു. കാരണം എന്താ വെച്ചാൽ അതിനേക്കാൾ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് ശ്രീലങ്കയിൽ നിന്നുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ, ശ്രീലങ്കയിൽ നിന്ന് വളരെ മികച്ച ചില ഹെയർ ഓയിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേരളത്തിലേക്ക്. അതെല്ലാം മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മലയാളിക്ക് വെളിച്ചെണ്ണയുടെ രുചി ആസ്വദിക്കണമെങ്കിൽ, കൂടുതൽ കാലം കീശ പൊള്ളാതെ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായും അതിൽ ഗവൺമെൻറ്റിൻ്റെ സത്വര ഇടപെടലുണ്ടാവണം. ഇതിനകത്ത് ഇനിയിപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കുക എന്നുള്ള ധാരണ ചർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പലരും പക്ഷേ നാളികേര കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്നാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ പറഞ്ഞായിട്ട് പത്രത്തിൽ കണ്ടത്. കാരണം ഇത് ഇങ്ങനെ തന്നെ പോകാനാണ് അത്ര സാധ്യത. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ സമൂസയുടെയും ജിലേബിയുടെയും കാര്യം ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്ത് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച്, അതിനകത്തുള്ള കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആകുന്ന കാലത്ത് വെളിച്ചെണ്ണയാണ് അത്ര തരക്കേടില്ലാത്തൊരു കാര്യമായിട്ട് ലോകത്തെമ്പാടും അറിയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ
ഇതിൻ്റെ ഡിമാൻഡ് കൂടാനേ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം തന്നെ കൃഷിക്കാർ ഒന്നുകൂടെ തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് ഞാൻ പലയിടങ്ങളിലായിട്ട് കണ്ടു. നമുക്ക് കാണാം എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 കിലോ തേങ്ങയുടെ വില 45 മുതൽ 55 രൂപ വരെയും 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 280 രൂപയിലേറെയുമാണ് കൂടിയത്. സാധാരണക്കാരൻ്റെ ഭക്ഷ്യ ബജറ്റിൽ വളരെ സീരിയസ് ആയ പുനഃപരിശോധനയും വെട്ടിനിരത്തലും വേണ്ടി വരുന്നില്ല. എന്തു വന്നാലും ഭക്ഷണമേശയിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകാത്ത മലയാളിയുടെ വൈഷമ്യം സർക്കാർ കാണണം. പ്രാദേശിക ഉൽപ്പാദന കുറവ് കാരണം കൂടിയ വിലയുടെ ആനുകൂല്യം കേര കർഷകന് കിട്ടുന്നില്ല എന്നത് അതിലും സൂക്ഷ്മതയോടെ കാണണം. വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും നിയന്ത്രണങ്ങളും ഈ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടി എന്നാണ് വിലയിരുത്തൽ. ഉത്സവകാലം വരാനിരിക്കുന്നു. വിപണിയിൽ ഗൗരവമായ ഇടപെടൽ നടത്തി സർക്കാർ മാതൃകയാവണം എന്നാണ് RDXന് നിർദ്ദേശിക്കാനുള്ളത്. ഇടവേളയിലേക്ക്.